Dear students, now I wish to discuss a new topic, dams and retaining walls. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററാണ്, 2ാമത്തെ മൊഡ്യൂളിലെ പാർട്ട് തന്നെയാണ്. അധികം ഒരു ഓർ ക്വസ്റ്റ്യനായിട്ട് വരുന്ന എസ് എ ക്വസ്റ്റ്യൻ്റെ ഓർ ക്വസ്റ്റ്യനായി വരുന്ന ഒരു പാർട്ടാണ് ഡാംസ് ആൻഡ് റീറ്റൈനിങ് വാൾസ്. ഡാംസ്. എ ഡാം ഈസ് എ സ്ട്രക്ചർ ബിൽറ്റ് ഓഫ് മാസൺറി ഓർ കോൺക്രീറ്റ് അക്രോസ് എ റിവർ, അല്ലേ, ഓർ എ സ്ട്രീം. ഡാം എന്ന് പറഞ്ഞാൽ റിവറിന് കുറുകയായിട്ട് വിലങ്ങനെ അല്ലെങ്കിൽ സ്ട്രീമിന് വിലങ്ങനെ ഉണ്ടാക്കുന്നതാണ് യൂസിങ് കോൺക്രീറ്റ് ഓർ മാസൺറി, പടുത്തുകണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ട്. ദി പർപ്പസ് ഓഫ് എ ഡാം ഈസ് ടു സ്റ്റോർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഫോർ പർപ്പസ് ഓഫ് ഡ്രിങ്കിങ്. ഡാമിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ സ്റ്റോർ ചെയ്യുക ഫോർ ഡ്രിങ്കിങ് പർപ്പസ്, അല്ലെങ്കിൽ ഇറിഗേഷൻ പർപ്പസ്, അല്ലെങ്കിൽ പവർ ജനറേഷൻ, അല്ലേ, വൈദ്യുതി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇറിഗേഷന്, അല്ലെങ്കിൽ ഡ്രിങ്കിങ്. അനാലിസിസ് ഓഫ് ഫോഴ്സ് ഓൺ ട്രപ്പീസോയിഡൽ ഡാം വിത്ത് വെർട്ടിക്കൽ വാട്ടർ ഫേസ് ആണ്, അല്ലേ. ഇതാണ് ഡാം. ഇതാണ് ഡാം. ഡാമിൽ ഈ പാർട്ടാണ് ഡാം. ഇങ്ങനെ നിൽക്കുന്നതാണ് ഡാം, അല്ലേ. ഈ പാർട്ടാണ് ഡാം ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ വെള്ളം വരിക ഇവിടെയാണ്, ഇവിടെ വെള്ളം വരിക, ഇവിടെ വാട്ടർ ലെവൽ. ഇതതിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാണ്, അല്ലേ. വെയിറ്റ് താഴേക്ക് അങ്ങനെ വി വിൽ ഡിസ്കസ് ലേറ്റർ ഡീറ്റെയിൽ. എ എന്ന് പറഞ്ഞാൽ ടോപ്പ് വിഡ്ത്താണ്, അല്ലേ, ടോപ്പ് വിഡ്ത്ത്. ഈ ടോപ്പിലുള്ള ഏറ്റവും ടോപ്പിലുള്ള വിഡ്ത്താണ്, ഇതാണ് എ. ബി എന്ന് പറഞ്ഞാൽ ബേസ് വിഡ്ത്താണ്, ബി എന്ന് പറഞ്ഞാൽ ബേസ് വിഡ്ത്താണ്, ഇതായി കാണുന്നതാണ് ബി, ബേസ് വിഡ്ത്ത്. ഡാം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഇതതിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാം. ഇവിടെയാണ് വെള്ളം വന്ന് നിൽക്കുക, ഇവിടെ അങ്ങനെ വെള്ളം വന്ന് നിൽക്കും. ഇതാണ് ഡാം, ഇവിടെയാണ് വെള്ളം സ്റ്റോർ ചെയ്യുക. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ബേസ് വിഡ്ത്താണ്, എച്ച് ഹൈറ്റ് ഓഫ് ഡാമാണ്, ഹൈറ്റ് ഓഫ് ഡാം എച്ച്. ഇതാണ് ഹൈറ്റ് ഓഫ് ഡാം എച്ച്. സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടറാണ്, അല്ലേ, ഡെപ്ത് ഓഫ് വാട്ടറാണ്, വാട്ടറിൻ്റെ ഡെപ്താണ് സ്മോൾ എച്ച്. ഇനി റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദി ഡാം മെറ്റീരിയൽ, റോ. സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഡാം മെറ്റീരിയൽ, റോ, നമ്മൾ യൂസ് ചെയ്യും കാൽക്കുലേഷൻ ഡെറിവേഷൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യും. സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഡാം മെറ്റീരിയലാണ്. ഗാമ എന്നാണ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടറാണ്. ഇവിടെയുള്ള ഈ വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ആണ് ഗാമ. ഇവിടെ ഒരു ഗാമ എച്ചൊക്കെ കാണാൻ പ്രഷർ ഡയഗ്രാം, എല്ലാം ഗാമ. ഫസ്റ്റ് സെൽഫ് വെയിറ്റ് ഓഫ് ഡാം ആക്ട്സ് അറ്റ് ദി സി ജി ഓഫ് ഡാം, അല്ലേ. അപ്പോൾ സി ജി ഓഫ് ഡാം നോക്കുക നമ്മൾ. സി ജി ഓഫ് ഡാം സെൽഫ് വെയിറ്റ്, ഒരു ഇതിൻ്റെ സെൽഫ് വെയിറ്റ് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ സി ജി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ 3 എ പ്ലസ് ബി ബൈ 3 എ പ്ലസ് ബി. ഇത് നോക്കൂ, എ സ്ക്വയർ പറഞ്ഞാൽ മുകളിലത്തേത് പ്ലസ് എ ബി, എ ഇൻറ്റു ബി, ഇതാ എ, ഇവിടുത്തെ എ, ഇവിടുത്തെ ബി, എക്സ് ബാർ ആണ് കാണുന്നത്, പ്ലസ് ബി സ്ക്വയർ ബൈ 3 എ പ്ലസ് ബി. അതാണ് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ. അടുത്തത് പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് ദി ഫ്രീ സർഫസിലുള്ള വാട്ടറിൻ്റെ പ്രഷർ ഇൻറ്റൻസിറ്റി 0 ആണ്. ഇവിടെ 0 ആണ് പ്രഷർ ഇൻറ്റൻസിറ്റി. ഇതാണ് അടുത്ത ഇത് വരുന്നത്. പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് ദി ബോട്ടം ഓഫ്, അല്ലേ, അറ്റ് ദി ബോട്ടത്തിൽ ഏറ്റവും താഴെ എത്ര പ്രഷർ ഇൻറ്റൻസിറ്റി എന്നുള്ളത്, ഇവിടെ എത്ര പ്രഷർ ഇൻറ്റൻസിറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് ദി ബോട്ടം പി ഈസ് ഈക്വൽ ടു ഗാമ എച്ച്, അല്ലേ, ഗാമ എച്ച്. ഇതാണ് പ്രഷർ ഇൻറ്റൻസിറ്റി. ഇതാണല്ലോ നമ്മൾ പ്രഷർ ഡയഗ്രാം, നമ്മൾ പ്രഷർ ഇൻറ്റൻസിറ്റി ഡയഗ്രാമാണ്. അപ്പോൾ ഗാമ എച്ച് ആണ് അവിടുത്തെ ഇൻറ്റൻസിറ്റി, ഗാമ എച്ച്. ഈ ഗാമ എച്ച് ആണ് ടോട്ടൽ പ്രഷർ ഇൻറ്റൻസിറ്റി ആക്ട്സ് at the bottom, P gamma H. Total pressure of water P
ടോട്ടൽ പ്രഷർ ഓഫ് വാട്ടർ പി എന്താണെന്ന് നോക്കാം നമുക്ക്. പി അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മോൾത്ത് 0 പ്ലസ് ഗാമ എച്ച് രണ്ടും ആഡ് ചെയ്തു. ഒരു h/2 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുക. അതൊരു h/2 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ h/2 എന്ന് പറഞ്ഞാൽ ഈ എച്ചിൻ്റെ h/2 ഡിസ്റ്റൻസിലാണ് അത് ആക്ട് ചെയ്യുക. പകുതിക്കിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് 0 പ്ലസ് ഗാമ എച്ച് ഇൻറ്റു h/2 അപ്പോൾ അത് ഗാമ h²/2 എന്നാവും. ടോട്ടൽ പ്രഷർ ഓഫ് വാട്ടർ പറഞ്ഞാൽ ഗാമ h²/2 എന്നാവും. അതുകൊണ്ട് തന്നെ പി ആക്സ് പ്രഷർ ആക്സ് അറ്റ് ദി സി ജി ഈസ് h/3 ഫ്രം ദി ബോട്ടം അല്ലേ. h/3 ഫ്രം ദി ബോട്ടം h/3 ഇവിടെ നിന്നാണ് പ്രഷർ ആക്ട് ചെയ്യുക. h/3 ഫ്രം ബോട്ടത്തിലാണ് പ്രഷർ ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് എക്സെൻട്രിസിറ്റി ഓഫ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് W OF അല്ലേ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് W ഇതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് Wൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇതാ ഇവിടെ അങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ W പറഞ്ഞാൽ അതാണ് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എക്സെൻട്രിസിറ്റി വെർട്ടിക്കൽ കമ്പോണൻറ്റ് W, അതായത് അത് E എന്ന് പറഞ്ഞാൽ OF ആണ്. OF എന്ന് പറഞ്ഞാൽ DF മൈനസ് D0 ആണ്. ഞാൻ പറഞ്ഞുതരാം. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ Wൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇവിടെയാണ് വരിക. ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിളാക്കി മാറ്റുക. ഇത് റിസൾട്ടൻ്റ്, ഇത് Wൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റാണ്. ഇത് Wൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റാണ്. ഇത് ഈ 6 എന്ന് പറഞ്ഞ റിസൾട്ടൻറ്റും. അങ്ങനെ വരുമ്പോൾ ഈ എക്സെൻട്രിസിറ്റി ഓഫ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് W എന്ന് പറഞ്ഞാൽ OF ആണ്. OF അങ്ങനെ വന്നു കഴിഞ്ഞാൽ OF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ എക്സെൻട്രിസിറ്റി. ഈ ഒറിജിനിന്ന് അതിലേക്കുള്ള അതാണ് എക്സെൻട്രിസിറ്റി. OF എന്ന് പറഞ്ഞാൽ DF മൈനസ് DO ആണ്. അതായത് ഇതാണ് DF, ഇതാണ് DO, ഇത്രയും വരെയാണ് DF. DF നിന്ന് DO മൈനസ് ചെയ്താണ് OF എന്ന് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ Z മൈനസ് P/2 ആണ്. അതെന്ന് പറഞ്ഞാൽ Z മൈനസ് B/2. ഇതാണ് Z, ഇതാണ് Z മൈനസ് P/2.
സെഡ് മൈനസ് ബി ബൈ ടു ആണ് ഇത്. സെഡ് മൈനസ് ബി ബൈ ടു. ഇനി അടുത്ത് when RV be the vertical component of resultant force R, overturning moment equal to stabilizing moment. അതായത് ഓവർടേണിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞൊരു ആർ വി അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആകുമ്പോൾ അടുത്ത് ആർ വി എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. ആർ വി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, ഇതിൻ്റെ വെർട്ടിക്കൽ നമ്മളെ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ ഇതാണ്. ഇവിടെ ആർ വി ഉണ്ട്. ആർ വി അതാണ് ഇവിടെ അവിടെ വരുന്നതാണ് ആർ വി. അത് ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല, അത് ആണ് ആർ വി. ആർ വി വെർട്ടിക്കൽ കമ്പൗണ്ട് ആകുമ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആർ ഓഫ് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് ഈ ആർ വി ആകുമ്പോൾ ഓവർടേണിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആർ വി ഉണ്ട്. ഓവർടേണിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസിങ് മൊമെൻ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു എക്സ് ബാർ പ്ലസ് പി എച്ച് ബൈ 3 ആണ്. ഡബ്ല്യു നമുക്കറിയാം ഈ വെയിറ്റ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു, എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ 3 എ പ്ലസ് ബി എന്ന് കണ്ടുപിടിച്ചു, പ്ലസ് പി എച്ച് ബൈ 3 അല്ലേ. എച്ച് ബൈ 3യിൽ പി പ്രഷർ ആക്ടിങ്, പി എന്ന് പറഞ്ഞാൽ ഈ ആക്ട് ചെയ്യുന്ന പ്രഷർ എച്ച് ബൈ 3 പ്ലസ് പി ഇൻറ്റു എച്ച് ബൈ 3 ഈക്വൽ ടു ആർ വി ഇൻറ്റു സെഡ്. സെഡ് എന്ന് പറഞ്ഞാൽ ആർ വി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, സെഡ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ളത്. അപ്പോൾ സ്റ്റെബിലൈസിങ് മൊമെൻറ്റും ഓവർടേണിങ് മൊമെൻറ്റും നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആർ വിയും ഡബ്ല്യുവും ഈക്വലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആർ വിക്ക് നമ്മൾ ഡബ്ല്യു എന്ന് കൊടുത്തു, സെഡ് അതുകൊണ്ട് അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് പി എച്ച് ബൈ 3 ഡബ്ല്യു എന്ന് വരും. പിന്നെ അതിൽ വരുന്നത് ഡിറക്റ്റ് സ്ട്രെസ് ആണ്. ഡിറക്റ്റ് സ്ട്രെസ് പറഞ്ഞാൽ എഫ് എ ഡബ്ല്യു ബൈ എ ആണ് അല്ലേ, ഡയറക്റ്റായി വരുന്ന സ്ട്രെസ്. എഫ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ക്ലാസ് വരുന്നത് ഡബ്ല്യു ബൈ എ, ഡബ്ല്യു അപ്പോൾ ഡബ്ല്യു ബൈ ബി ഇൻറ്റു 1 അല്ലേ, ഡെപ്ത് ഇതിൻ്റെ ഡി 1 ആക്കി എടുത്ത് അങ്ങനെ ആകുമ്പോൾ ഡബ്ല്യു ബൈ ബി ആണ് ഡിറക്റ്റ് സ്ട്രെസ്. പിന്നെ ബെൻഡി സ്ട്രെസ് എഫ് ബി പ്ലസ് ഓർ മൈനസ് എം ബൈ സെഡ് ആണ്, മൊമെൻറ്റ് ബൈ സെക്ഷൻ മോഡുലസ്. സെഡ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ബൈ 6 ആണ് അല്ലേ. ബി സ്ക്വയർ ബൈ 6 പറഞ്ഞാൽ ബി സ്ക്വയർ ഡി ബൈ 6, ബി സ്ക്വയർ ഇവിടെ ഡി 1 ആയതുകൊണ്ട് ബൈ സെഡ് പറഞ്ഞാൽ ബി സ്ക്വയർ ബൈ 6. എം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇ ആണ്, അതുകൊണ്ട് എഫ് പി എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ഡബ്ല്യു ഇ എം എന്ന് പറഞ്ഞാൽ എഫ് പി എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എം ബൈ സെഡ് ആണ്. അതുകൊണ്ട് സെഡ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ബൈ 6. അങ്ങനെ വരുമ്പോൾ എം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇ. അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എഫ് പി is equal to പ്ലസ് ഓർ മൈനസ് ഡബ്ല്യു ഇ ബൈ ബി സ്ക്വയർ ബൈ 6 വരും. അപ്പോൾ നമ്മൾ റിസൾട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6 ഡബ്ല്യു ഇ ബൈ ബി സ്ക്വയർ. മാക്സിമം റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എഫ് മാക്സ് എഫ് എ പ്ലസ് എഫ് പി ആണ്. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് മാക്സ് ഡബ്ല്യു ബൈ ബി പ്ലസ് 6 ഡബ്ല്യു ഇ ബൈ ബി സ്ക്വയർ അങ്ങനെ വരും. ഇനി നമ്മളെ കയ്യിൽ ഡബ്ല്യു ബൈ ബി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ 1 പ്ലസ് 6 ഇ ബൈ ബി. മിനിമം റിസൾട്ടൻറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എഫ് മിനിമം എഫ് എ മൈനസ് എഫ് പി ഡബ്ല്യു ബൈ ബി ഇൻറ്റു 1 മൈനസ് 6 ഇ ബൈ ബി എന്ന് വരും മിനിമം. If FA greater than FP, the entire section will be under compression അല്ലേ. FA greater ആകുമ്പോൾ entire section will be under compression ആയിരിക്കും. FA equal to FP ആകുമ്പോൾ then the stress distribution will be triangular with minimum stress at D being 0. Minimum stress at T being 0. അതായത് D എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രെസ് 0 ആയിരിക്കും. അതായത് എഫ് എയും എഫ് പിയും ഈക്വൽ ആകുന്ന കണ്ടീഷനിൽ
ഇനി അടുത്ത കണ്ടീഷൻ എഫ് എ ലെസ് ദാൻ എഫ് പി ആകുമ്പോൾ ദ സെക്ഷൻ വിൽ ബി അണ്ടർ പാർഷ്യലി കംപ്രഷൻ ആൻഡ് പാർഷ്യലി ടെൻഷൻ അല്ലേ. പാർഷ്യലി കംപ്രഷനും പാർഷ്യലി ടെൻഷനും. ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് അറ്റ് ഹീൽ ഡി. ടെൻസൈൽ സ്ട്രെസ് ഹീലിൽ ഡെവലപ്പ് ചെയ്യും, ഡിയിൽ. ഇതാണ് ഹീല്, അവിടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. That's all about today's presentation. Thank you.